പുതുവർഷമായി ഹായ് പുതുശോഭയെത്തി പാവനാത്മാവിനോടൊപ്പം പുതുതായി തുടങ്ങിടാം സർവം. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ഇത് പുതുവർഷത്തിന്റെ രണ്ടാമത്തെ ദിനം. യെശയ്യാ 29:17 ലെബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും കർത്താവിന് അല്പസമയം പോലെ. സഹോദരാ, നിന്റെ ജീവിതത്തിൽ ഒരു വയല് നിർമ്മിക്കാനും ഒരു പൂന്തോട്ടം നിർമ്മിക്കാനും നിന്നെ തരിശിട്ട വനമായി, തരിശിട്ട വയലായി പരിഗണിക്കപ്പെടാനും കർത്താവിന് അല്പസമയം മതി. നിന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുക ദൈവത്തിനൊരു അത്ഭുതമേ അല്ല. ഇറ്റ്സ് സോ സിമ്പിൾ ആസ് എനിത്തിങ്. കർത്താവിന് തന്റെ ചെറുവിരൽ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നിനക്ക് അത്ഭുതമാണ്. നിന്റെ ജീവിതത്തെ പൂത്തുലയുന്ന പരിമളം നിറഞ്ഞ പുഷ്പങ്ങൾ നിറഞ്ഞ ഒരു പൂന്തോട്ടമാക്കാനും തരിശിട്ട ഒരു വയലാക്കാനും ഇരുള് നീങ്ങുന്ന ഒരു വനമാക്കാനും ദൈവത്തിനൊരു അല്പസമയം മതി. ദൈവത്തിന്റെ കരുണയുടെയും കരുത്തിന്റെയും മുമ്പിൽ ഇന്ന് ഈ 2-ാം തീയതി നീ തലകുനിച്ചാൽ ഈ വർഷം മുഴുവൻ നിന്റെ ജീവിതം ഒരു പൂന്തോട്ടമായി മാറും. കണ്ണിന്റെ മുമ്പിൽ തളിരോ പൂമുട്ടുകളോ നീ ഇപ്പൊ കാണുന്നില്ലെങ്കിലും ദൈവം തന്റെ കരം നീട്ടി നിന്റെ തരിശിട്ട ജീവിതത്തിന്റെ വയലിൽ നിമിഷങ്ങൾക്കുള്ളിൽ പൂമുട്ടുകളും തളിരും സ്വരൂപിച്ച് നിർമ്മിച്ച് നിന്റെ ജീവിതം ഈ വർഷം മുഴുവൻ ഒരു പുഷ്പവിധാനമായി, ഒരു പൂന്തോട്ടമാക്കി മാറ്റും. ആമേൻ. ആമേൻ. ആമേൻ.